പേസ്റ്റ് വെക്കാനും ബ്രഷ് വെക്കാനും ഒക്കെ ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിലും വിറകുപുരയിലുള്ള ഈ പൊട്ടിയ പാട്ടയിലാണ് കേട്ടോ അച്ചാച്ചൻ പേസ്റ്റൊക്കെ വെക്കുന്നത്. അങ്ങനെ നല്ല തണുപ്പോട് കൂടി പല്ലങ്ങട് തേച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടല്ല, എൻ്റെ വീഡിയോയിൽ ഇന്ന് വലിയ നേട്ടങ്ങളൊന്നും ഇല്ല കേട്ടോ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളുമില്ല. പക്ഷേ ഞാൻ എഴുന്നേറ്റു എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തളർന്നാലും മുന്നോട്ട് തന്നെ നടന്നേ. ഞാനും അല്ലൻകുട്ടനും ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ ഈ അലക്ക് കല്ലിൽ ഇരുന്നിട്ട് കുരങ്ങനെ ഓടിക്കാനും ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറയാനും പിന്നെ കട്ടൻ ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നീ എല്ലാ ദിവസവും വിജയിച്ചോ എന്നൊന്നും നമ്മളോട് ജീവിതം ചോദിക്കുന്നില്ലല്ലോ. ചോദിക്കുന്നുണ്ടോ? ഇല്ല. നീ കൈവിട്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കടയൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് തുറന്നു കേട്ടോ. ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നിശബ്ദമായിരിക്കും കേട്ടോ, ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നും. പക്ഷേ അതേ ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളിൽ ശക്തരാകുന്നത്. എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടേ. നമ്മളെ ആരും കൈതട്ടി പ്രോത്സാഹിപ്പിക്കാതെ നമ്മൾ തന്നെ നമ്മളെ മുന്നോട്ട് തള്ളുന്ന ദിവസങ്ങൾ, അതിലാണ് കേട്ടോ യഥാർത്ഥ വളർച്ച വരുന്നത്. ഇന്നുണ്ടല്ലോ ഒരു സാധാരണ ദിവസമായിരുന്നേ, പക്ഷേ ഈ സാധാരണ ദിവസങ്ങളാണ് നമ്മുടെ നാളെയുടെ അസാധാരണ വിജയത്തിന് അടിത്തറ. പൈസ 2 പേര് ചായ കുടിക്കാൻ എൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. പൈസയൊന്നും തരൂലെന്നാണ് പറഞ്ഞത്. പറ്റി കൂടി 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 ഒരുവിധം ഒരു ബുക്ക് നിറഞ്ഞു. പൈസയൊന്നും തരാനുള്ള ഉദ്ദേശം ഇല്ലേ? അച്ചാച്ചനോട് പറ പൈസ. അല്ലൻകുട്ടൻ ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചനും മോനും കൂടെ കടയിൽ ഹോർലിക്സ് കുടിക്കാനൊക്കെ വരും കേട്ടോ. ഇന്ന് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഹോർലിക്സ് ആണ്. നല്ല അടിപൊളി ഹോർലിക്സ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തേ. ഇന്നുണ്ടല്ലോ ഒരു വീട്ടിൽ കൂടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അല്ലൻകുട്ടനും ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നേ. അപ്പോൾ അല്ലൻകുട്ടന് വേണ്ടിയിട്ട് അച്ചാച്ചൻ ഒരു സമൂസ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് സമൂസ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മയെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചേ. അച്ചമ്മ ഇവിടുന്ന് ചൂല് കെട്ടാൻ വേണ്ടി ഇറുക്കിലൊക്കെ റെഡിയാക്കുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായും വൻപയറും കൂടെ പുഴുങ്ങിയതുണ്ടായിരുന്നേ, അത് വറുത്ത മീനും കൂട്ടി അങ്ങോട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നാളെ രാവിലത്തേക്കാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് തേങ്ങ പൊതിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. എനിക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് ഇന്ന് കഴിഞ്ഞു എന്ന് കരുതണ്ട കേട്ടോ. ഇന്ന് മുന്നോട്ട് പോയി എന്ന് മാത്രം ഓർക്കുക. അതുപോലെ ഇന്നത്തേക്ക് ഓക്കെ, ബൈ.